ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ല സന്തോഷത്തോടെയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ബിഗ് താങ്ക്സ്. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമാണ്. 100K അടിച്ചൊരു ഫീലാണ് കേട്ടോ. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മടിക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റിനും ലൈക്കിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാലാണ് വീഡിയോ കൂടുതൽ പേരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ പറ്റുമെങ്കിൽ കാണാം. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, മോണിറ്റൈസേഷൻ ആയോന്ന്. 1K അടിക്കുന്നതിന് മുന്നേ ചോദിച്ചവരുണ്ട്. അപ്പം നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടത് 1K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചിങ് അവറാണ്. അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 3 മില്യൺ യൂട്യൂബ് ഷോർട്സ് വ്യൂസും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാം. അപ്പം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതായത് മോണിറ്റൈസേഷന് ആയിട്ടില്ല. അപ്പം ലോങ് വീഡിയോസിലൂടെ 4000 വാച്ചിങ് അവറാണ് നമുക്ക് ആവേണ്ടത്. ഒന്നാമത് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാറില്ല, ആഴ്ചയിൽ 1-2 വീഡിയോസ് മാത്രമാണ് ഇടാറുള്ളത്. ഒരു വർഷം ആവാറായിട്ടുണ്ട് യൂട്യൂബ് തുടങ്ങിയിട്ട്. പക്ഷേ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് 4-5 മാസം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വാച്ചിങ് അവറൊക്കെ കൂടാനാവുന്നുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതാ ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. കറിക്ക് വേണ്ടിയിട്ടുള്ള വെജീസൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ റിലാക്സ് ആയിട്ടിരുന്ന് ഒരു കപ്പ് ഗ്രീൻ ടീ ഒക്കെ കുടിച്ചു. ഇനി ഇതിലൊരു പൊട്ടറ്റോ കറിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും എല്ലാറ്റിക്കും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി പൊട്ടറ്റോ കറിയാണ്. ഇവിടുത്തെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതും കൂടെ കാണിക്കാം. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതാ ഇന്ന് ദോശയാണ്, അതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതാ ഒരു കുക്കറിലോട്ട് 2 പൊട്ടറ്റോ, 2 തക്കാളി, 2 സവാള, 2 പച്ചമുളക് എല്ലാം കൂടി ഒന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഒന്ന് ആവശ്യത്തിന് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. ഇനി ഇതാ കുക്കറിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് 3-4 വിസിൽ വേവിച്ചെടുക്കാം. ഇതാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചേന ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരു ഇത്തിരി വെള്ളമാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് 2-3 മിനിറ്റ് മാത്രം കേട്ടോ. എന്നിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുള്ളൂ. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വറവിട്ടെടുക്കണം. ഇത് ആവശ്യത്തിനുള്ള ചെറിയുള്ളിയും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇതാ കുട്ടികൾ മദ്രസയിൽ നിന്നൊക്കെ വന്ന് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് അവർ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇതാ കുട്ടികൾക്കുള്ള ലഞ്ചും സ്നാക്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതാ കുട്ടികൾ റെഡി ആയിട്ട് ഇവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ ടൈം ആകുമ്പോൾ അവർ പോവും. ഇനി ഇതാ ഞാൻ റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നല്ലൊരു സമാധാനം. അവസാനം അടിച്ചു വാരി തുടച്ചിട്ടാൽ മതി. എല്ലാം ഒന്ന് ഒതുങ്ങി കിടന്നാൽ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലാണ്.
ഇതാ ഈ ബീഫും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം, ലഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഒന്നായിട്ട് വെജീസും ബീഫും ഓയിലും എല്ലാം കൂടെ വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വറവിട്ടെടുത്താൽ മതി. ഇതാ നിലക്കൊന്ന് അടിച്ചു വാരിയിടണം. പിന്നെ ഇന്ന് ആദിൽക്കാക്ക് ലീവുള്ള ദിവസമായിരുന്നു. ആദിൽക്ക ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, അതെല്ലാം ഞാൻ വരുന്ന വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടറിഞ്ഞപ്പോൾ ഞാനും അങ്ങനെ കൂടിയതാണ് കേട്ടോ. ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു രസം അല്ലേ, ഇങ്ങനെ പുറത്ത് പോകാനും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഒന്ന് നല്ലതാണ്. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട്. അപ്പുറത്തുള്ളത് ആദിൽക്കാൻ്റെ ബ്രദറിൻ്റെ വീടാണ്. അപ്പോൾ വെറുതെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് അങ്ങനെ വന്നതായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് മലപ്പുറം മെൻസ് ക്ലബിലായിരുന്നു കേട്ടോ. പിന്നെ എന്താ കുറേ ഷർട്ടും ടീഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഡ്രസ്സൊക്കെ സെലക്ട് ആക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ചെരുപ്പ് എടുക്കാനായിരുന്നു കേട്ടോ. പിന്നെ ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ മടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.